നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമാണ്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം, സമയം ക്ഷമിക്കുക. പരീക്ഷ 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 എന്നു കേട്ടാലോ ഞെട്ടിയുണരും കുട്ടിപ്പട്ടാളങ്ങൾ. പരീക്ഷ എന്നു കേട്ടാലോ ഞെട്ടിയുണരും കുട്ടിപ്പട്ടാളങ്ങൾ. കഷ്ടപ്പാടിൻ ദിനങ്ങളാണ്, പേടിപ്പനിയുടെ കാലങ്ങളാണ്. കഷ്ടപ്പാടിൻ ദിനങ്ങളാണ്, പേടിപ്പനിയുടെ കാലങ്ങളാണ്. പിരിമുറുക്കങ്ങളുടെ ദിനങ്ങളാണ്, തലവേദനകളുടെ ദിനങ്ങളാണ്. പിരിമുറുക്കങ്ങളുടെ ദിനങ്ങളാണ്, തലവേദനകളുടെ ദിനങ്ങളാണ്. പരീക്ഷ 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 പരീക്ഷ. ജീവിത വിജയം നേടാനാണേൽ പരീക്ഷകൾ പലതും കടക്കണം. ജീവിത വിജയം നേടാനാണേൽ പരീക്ഷകൾ പലതും കടക്കണം. പരീക്ഷകളാകുന്ന തീവണ്ടിയിലൂടെ യാത്ര ചെയ്തിടാം ധീരതയോടെ. പരീക്ഷകളാകുന്ന തീവണ്ടിയിലൂടെ യാത്ര ചെയ്തിടാം ധീരതയോടെ. ലക്ഷ്യത്തിലെത്തിച്ചേർന്നിടാം, ലക്ഷ്യത്തിലെത്തിച്ചേർന്നിടാം. പരീക്ഷണങ്ങളും പരീക്ഷകളും ജീവിതത്തിൻ്റെ തോഴരല്ലോ. പരീക്ഷണങ്ങളും പരീക്ഷകളും ജീവിതത്തിൻ്റെ തോഴരല്ലോ. ഭാവിയിലേക്കുള്ള ചവിട്ടുപടികൾ ആണല്ലോ ഈ പരീക്ഷകൾ. ഭാവിയിലേക്കുള്ള ചവിട്ടുപടികൾ ആണല്ലോ ഈ പരീക്ഷകൾ. SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി PSC പരീക്ഷകൾ, അങ്ങനെ പലതരം പരീക്ഷകൾ. SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി PSC പരീക്ഷകൾ, അങ്ങനെ പരീക്ഷകൾ പലതല്ലോ. അങ്ങനെ പരീക്ഷകൾ പലതല്ലോ. ഓരോ പടികളും ശ്രദ്ധയോടെ കയറാൻ, ഓരോ പടികളും ശ്രദ്ധയോടെ കയറാൻ. ചെയ്യേണ്ട കാര്യങ്ങൾ സമയോചിതമായി ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ സമയോചിതമായി ചെയ്യണം. മാർഗങ്ങൾ പലതാണേലും ലക്ഷ്യമൊന്നേയുള്ളൂ മർത്യർക്ക്. മാർഗങ്ങൾ പലതാണേലും ലക്ഷ്യമൊന്നേയുള്ളൂ മർത്യർക്ക്. ജീവിത വിജയം നേടുക തന്നെ, ജീവിത വിജയം നേടുക തന്നെ. അപ്പോൾ ഈ പാട്ടിൽ പരീക്ഷയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, സങ്കടവും പ്രയാസവും അല്ലേ, പനിയുടെ കാലവും എന്ന് വെച്ചാൽ പരീക്ഷയുടെ പേടി കൊണ്ട് പിന്നെ എന്തൊക്കെ വരിക, അസുഖങ്ങൾ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ പരീക്ഷ എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടാൽ തന്നെയാണ് നമുക്ക് പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നത്. കാരണം എന്താ, പഠിക്കണം അല്ലേ, കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ അവർ കൃത്യനിഷ്ഠയോടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പരീക്ഷയെ പേടിക്കാതെ എന്ത് ചെയ്യാം, അത് കടന്നുകൂടാം. നമ്മൾ ഓരോ പല പരീക്ഷകളും ജീവിതത്തിലുണ്ട്. ജീവിതത്തിൽ തന്നെ ജീവിതമെന്ന് പറയുന്നത് പരീക്ഷകളും പരീക്ഷണങ്ങളുടെയും യാത്രയാണ്. അപ്പോൾ അത് തരണം ചെയ്യാൻ കുട്ടികൾക്ക് ധൈര്യം വേണം. പിന്നെ ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടുന്ന പാഠങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പരീക്ഷയെ ജയിക്കാം. ഓക്കെ, ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. പഠിക്കേണ്ടുന്ന പാഠങ്ങൾ കൃത്യനിഷ്ഠയോടെ പഠിക്കണം. എന്നാലേ നന്നായിട്ട് ജീവിത വിജയം നേടാൻ പറ്റുള്ളൂ. പിന്നെ പരീക്ഷണമാകുന്ന തീവണ്ടിയിലൂടെ യാത്ര ചെയ്തിടാം ധീരതയോടെ. നമുക്ക് ധൈര്യത്തോടു കൂടെ യാത്ര ചെയ്യാം. ഇവിടെ പരീക്ഷകളെ തീവണ്ടിയുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, ധൈര്യത്തോടു കൂടെ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യുക, കൃത്യനിഷ്ഠത പാലിക്കുക. അപ്പോൾ പരീക്ഷകളും പരീക്ഷണങ്ങളും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെയുള്ളതാണ്. ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും നമ്മോടൊപ്പം ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ് പരീക്ഷകളും പരീക്ഷണങ്ങളും. അതുപോലെ ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള
ചവിട്ടുപടികളാണ് ഓരോ പരീക്ഷകളും. അതിൽ ഫസ്റ്റ് കടമ്പയാണ് SSLC എന്ന് പറയുന്നത്. അപ്പോൾ SSLC എനിക്ക് നല്ല മാർക്ക് മേടിച്ചാലേ അടുത്ത് നമുക്ക് +2 പ്രീ ഡിഗ്രിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് മേടിച്ചാലേ അടുത്ത് ഡിഗ്രിക്ക് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഓരോന്നും പല കോഴ്സുകളും ഉണ്ട്. പക്ഷെ നമുക്കെല്ലാം എന്ത് വേണം, എന്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാർക്ക് വേണം അല്ലേ. അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷേ നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നല്ല മാർക്ക് നേടുക തന്നെ വേണം. അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവുണ്ട്. അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള സ്കില്ലുകൾ, കഴിവുകൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരികയും വേണം. പഠനവും വേണം, അനുസരണ വേണം, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുകയും വേണം. എന്നാലേ നമ്മുടെ ഈ കടമ്പകളൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ പ്രയാസം കൂടാതെ ഒന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. നമ്മൾ പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കുക, കളിക്കേണ്ട സമയത്ത് നന്നായി കളിക്കുക, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഈ പരീക്ഷ പേടിയൊന്നും വരത്തില്ല. അപ്പോൾ നേരത്തെ പഠിക്കുന്ന ഈ പരീക്ഷാകാലം എന്ന് അതായത് പനിയുടെ കാലം എന്ന് പറയും, തലവേദനയുടെ കാലം എന്ന് പറയുന്നുണ്ട്, കഷ്ടപ്പാടിൻ്റെ കാലം എന്ന് പറയും. പക്ഷേ അന്നത്തെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും ഒരു കഷ്ടപ്പാടുമല്ല, തലവേദനയുമല്ല, വേറെ പനിയൊന്നും വരത്തില്ല. ഓക്കെ, പേടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് SSLCയും നേരത്തെ പറഞ്ഞല്ലോ, SSLC +2 പ്രീ ഡിഗ്രി ഇതൊക്കെ PSC ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഭാവിയിലേക്കുള്ള ഓരോ പരീക്ഷകളാണ്. നമ്മൾ നന്നായിട്ട് അത് ജയിക്കുക തന്നെ വേണം. പിന്നെ മാർഗങ്ങൾ പലതും ഉണ്ട്. അപ്പം എന്നാലും മനുഷ്യർക്ക് മാർഗങ്ങൾ ഈ ജീവിത വിജയം നേടുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ ലക്ഷ്യം. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ പരീക്ഷകളും. അപ്പം ജീവിതമെന്ന് പറയുന്നതേ ഓരോ പരീക്ഷകളാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് ധൈര്യം വേണം. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുകയാണെങ്കിൽ പേടിയും ഒക്കെ ഒഴിവാക്കി നമുക്ക് ധൈര്യത്തോടെ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കും. ഓക്കെ, ഇത് വീഡിയോ ആദ്യം അവസാനം സ്കിപ്പ് ചെയ്താൽ കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.